പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. കാര്യങ്ങൾ കൈവിട്ടു പോവുകയാണ് എന്ന് മനസ്സിലാക്കിയതിനെ തുടർന്ന് ആകെ പകച്ചു പോയിരിക്കുകയാണ് ഇപ്പോൾ അഭിഷേക്. ഇതേ സമയം തൻ്റെ തന്ത്രം പുതിയ നീക്കങ്ങളുമായി മുന്നിലേക്ക് കൊണ്ടുപോവുകയാണ് ഇപ്പോൾ രാഹുൽ ചെയ്യുന്നത്. ഇതിന്റെ ഭാഗമായി നീന തനിക്ക് നൽകിയ മരുന്ന് എന്തൊക്കെ സംഭവിച്ചാലും കുടിപ്പിക്കണം ഇഷയെ എന്നുള്ള തീരുമാനമെടുത്ത് മുന്നിലേക്ക് വരികയും ഇതേ തുടർന്ന് ആ മരുന്ന് റാംമോഹനെ കൊണ്ട് തന്നെ കുടിപ്പിക്കാൻ തയ്യാറാവുകയും ചെയ്യുന്നു. റാംമോഹനോട് ഞാൻ കൊടുത്താൽ ഇവൾ ഇത് കഴിക്കില്ല എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പാണ് എങ്കിൽ എന്തായാലും കുഞ്ഞിന്റെ ആരോഗ്യത്തിന് വേണ്ടിയാണ് ഞാൻ ഇതെല്ലാം ചെയ്യുന്നത്. അങ്കിൾ ഈ മരുന്ന് കഴിക്കാൻ അവളോട് ആവശ്യപ്പെടണം. അങ്കിൾ കൊടുത്താൽ മാത്രമേ ഇവൾ പാല് കുടിക്കുകയുള്ളൂ. അതുകൊണ്ടാണ്. അതിനെന്താ, ഞാൻ പറയാമല്ലോ. ഇവൾ കുറച്ച് വാശിക്കാരിയാണ് എന്നുള്ള കാര്യം സത്യം തന്നെയാണ്. പക്ഷേ നീ പേടിക്കണ്ട. ഞാൻ പറഞ്ഞാൽ അവൾ കുടിക്കുക തന്നെ ചെയ്യും. ഇഷ, ഈ പാല് കുടിച്ചേ. വേണ്ട അച്ഛാ, ഈ മരുന്ന് കലക്കിയ പാലൊന്നും എനിക്ക് വേണ്ട. എനിക്ക് അതിൽ തീരെ വിശ്വാസമില്ല. ഇഷ, അച്ഛനാണ് പറയുന്നത്. അച്ഛനെ അനുസരിക്കില്ലേ? കുടിക്കുമോളെ. അച്ഛൻ ഒരു നല്ല കാര്യത്തിന് വേണ്ടിയല്ലേ പറയുന്നത്. അതുകൊണ്ട് അച്ഛനെ അനുസരിക്കണം. ഇതോടെ ഇഷയാകെ ഞെട്ടിപ്പോവുകയാണ്. കാര്യങ്ങൾ കൈവിട്ടു പോകുമോ എന്ന് ഇഷ ഭയപ്പെടുകയും ചെയ്യുന്നു. വിചാരിച്ചതുപോലെ അല്ല, അവനൊരു ചതിയനാണ്. അതുകൊണ്ട് തന്നെ സൂക്ഷിക്കണം എന്ന് ഉറപ്പിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഇഷ മുന്നിലേക്ക് നീങ്ങുന്നത്. എങ്കിലും കാര്യങ്ങൾ കൈവിട്ടു പോയിരിക്കുകയാണ് ഇഷയുടെ. അച്ഛൻ ഭക്ഷണം കഴിക്കാതെ എണീറ്റ് പോകും. മോളിത് കഴിച്ചില്ലെങ്കിൽ. മനസ്സിലായോ? എന്തു പറയുന്നു? തീരുമാനം നിന്റേതാണ്. ഇതോടെ തനിക്ക് മുന്നിൽ മറ്റു വഴികളൊന്നും തന്നെ ഇല്ല എന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കുകയാണ് ഇഷ. അച്ഛ, വേണ്ട, ഞാൻ കഴിക്കാം. അച്ഛൻ തരുന്നതല്ലേ. എന്തായാലും ഞാൻ കഴിക്കാൻ തയ്യാറാ എന്ന് പറഞ്ഞുകൊണ്ട് കഴിക്കുകയാണ് ഇപ്പോൾ ഇഷ. ഇതോടെ കാര്യങ്ങൾ കൈവിട്ടു പോവുകയാണ്. വിചാരിച്ചതുപോലെ തന്നെ മിഷൻ സക്സസ് ആയിരിക്കുന്നു. ഇനി അടുത്ത നീക്കമാണ് വേണ്ടത് എന്ന് ഉറപ്പിക്കുന്ന രാഹുൽ. ഈ മരുന്നിന്റെ ഫലം ഉടൻ തന്നെ കാണും. ഇനി കുറച്ചു നാൾ കൂടി ഞാൻ ഇവളെ കൊണ്ട് ഈ മരുന്ന് കഴിപ്പിക്കുക തന്നെ ചെയ്യും. അതിൽ ഒരു മാറ്റവുമില്ല എന്ന് ഉറപ്പിച്ചുകൊണ്ട് അവിടെ നിന്ന് രാഹുൽ പോയിരിക്കുകയാണ്. രാഹുലിന്റെ ചതി മനസ്സിലാക്കാതെ ഇനി എന്തു ചെയ്യുമെന്നറിയാതെ നിൽക്കുകയാണ് ഇപ്പോൾ ദേവബാല, സോറി, ഇഷ. ഇതേ തുടർന്ന് നീനയെ ഫോൺ ചെയ്യുന്ന രാഹുൽ വിചാരിച്ചതുപോലെ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഇന്നവൾ കുടിച്ചു കഴിഞ്ഞു പാല്. ആ ഗുളികയുടെ ഇഫക്റ്റ് അധികം വൈകാതെ തന്നെ അറിയാമല്ലേ. ഞാൻ എന്തായാലും അതിനു വേണ്ടിയാണ് കാത്തിരിക്കുന്നത്. അവളുടെ തകർച്ച അത് എനിക്ക് കാണുക തന്നെ വേണം. എന്തായാലും ഇനി കാര്യങ്ങൾ നമ്മൾ വിചാരിച്ചതുപോലെ തന്നെ നടക്കും. രാഹുൽ, നീ ധൈര്യമായിരിക്കെ. ആ മരുന്ന് അത്രയ്ക്ക് പവർഫുൾ ആണ്. എനിക്ക് നിന്നെ വിശ്വാസമാടി. ഞാൻ എന്തായാലും കാത്തിരിക്കാം. ഇതേ തുടർന്നാണ് ഇഷയ്ക്ക് വയറ്റിൽ അസ്വസ്ഥത അനുഭവപ്പെടുന്നത്. വീട്ടിലെ വേലക്കാരിയോട് ഇതേ തുടർന്ന് ഇഷ കാര്യം പറയാൻ തയ്യാറാകുന്നു. എന്തോ എനിക്ക് നല്ല വേദന എടുക്കുന്നുണ്ട് വയറ്റിൽ. എന്തു പറ്റി എന്ന് അറിയില്ല ചേച്ചി. ഇതോടെ തനിക്ക് രാഹുലിന്റെ ഈ നീക്കത്തിൽ സംശയമുണ്ട്. കുഞ്ഞിന്റെ ആരോഗ്യത്തിന് വേണ്ടിയുള്ള മരുന്ന് തന്നെയാണോ അവൻ നൽകിയത്? എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ കറക്റ്റായി കാര്യങ്ങൾ ചെയ്തില്ലെങ്കിൽ ഒരുപക്ഷെ വയറ്റിൽ വളരുന്ന കുഞ്ഞിന്റെ ജീവന് തന്നെ അപകടമുണ്ടാകും. നമ്മൾ അതുകൊണ്ട് കാര്യങ്ങൾ ശ്രദ്ധിച്ചു വേണം നീക്കാൻ. കുഞ്ഞൊരു മിനിറ്റ് എനിക്ക് നൽകുക, ഞാൻ മറ്റൊരു മരുന്ന് തരാം എന്ന് പറഞ്ഞ് തനിക്ക് അറിയാവുന്ന
പഴയ രീതിയിലുള്ള മരുന്ന് തയ്യാറാക്കി നൽകുകയാണ് അവർ ഇഷയ്ക്ക്. ഇതേ തുടർന്ന് രാഹുലിന്റെ ചതി പുറത്താവുകയാണ്. രാഹുൽ കുഞ്ഞിനെ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയുള്ള മരുന്നാണ് ഇഷയ്ക്ക് നൽകുന്നത് എന്നുള്ള സത്യം പുറത്തു വരികയാണ്. ഇതോടെ ഇഷയാകെ ഞെട്ടിപ്പോകുന്നു. ഈ വിവരം ഉടൻ തന്നെ അഭിഷേകിനെ ഇതേ തുടർന്ന് അറിയിക്കുകയാണ് ഇഷ ചെയ്യുന്നത്. ഇതോടെ അഭിഷേക് രാഹുലിന് തിരിച്ചടി കൊടുക്കുന്നതിനായി എത്തുകയാണ്. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.